ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുർത്തിയുടെ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ അതിനായിട്ട് തുണിയെ നാലായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്നുകൂടി നമ്മളുടെ വീതി അനുസരിച്ചിട്ട് വട്ടത്തിൽ കൂടി മടക്കിയെടുത്തു. എന്നിട്ട് നീളത്തിൽ മടക്കി. എന്നിട്ട് നമ്മൾ ഈ അളവ് തന്ന ടോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇതുപോലെ ഒപ്പം വയ്ക്കണം. ആ ഷോൾഡറും നെക്കും എല്ലാം ഒരേപോലെ കറക്റ്റിന് പിടിച്ചിട്ട് നമ്മളത് ലെങ്ത്ത് ഈ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് ഉള്ളതിനേക്കാളും കുറച്ചധികം വേണമെന്നാണ് നമുക്ക് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അധികം ലെങ്ത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അളവ് ടോപ്പ് കറക്റ്റായിട്ട് കൈക്കുഴിയൊക്കെ ഒപ്പം വെച്ച് ആ സൈഡൊക്കെ ഒരേ ലെവലിലാക്കി വെച്ചിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മുടെ കൈക്കുഴിയുടെ അവിടെ മുകളിലേക്ക് നീങ്ങി നിൽപ്പില്ലേ, ആ തുണിയുടെ അവിടെ നേരെ അങ്ങോട്ട് വരച്ചു കൊടുക്കണം. എന്നിട്ട് ആ സൈഡൊക്കെ ഒന്നുകൂടി കറക്റ്റാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നെക്കിൻ്റെ ബാക്ക് നെക്ക് ചെറിയ നെക്കാണേ, പക്ഷേ വിഡ്ത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഡ്ത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇപ്പുറത്തേക്ക് വിട്ടതിന് ശേഷം അവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ മുകളിലെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തും നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളിത് ആ തയ്യൽ തുമ്പ് കണ്ട അവിടെ ഒരു പോയിൻ്റ് കൊടുത്ത്. അപ്പോൾ അവിടെ മുതൽ നമ്മൾ നേരത്തെ വരച്ച വരെയാണ് കൈക്കുഴി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് നെക്ക് കറക്റ്റാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ടേപ്പ് വെച്ചൊക്കെ അളവെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ആ നെക്ക് എവിടെയാണോ വരുന്നത് അവിടെ ഒരു മാർക്കിങ് കൊടുത്ത്, എന്നിട്ട് ഇത് നല്ല കറക്റ്റിന് അത് നമ്മൾ അയൺ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അയൺ ചെയ്തില്ല. അപ്പോൾ നല്ല കറക്റ്റിൽ ഇതുപോലെ നമ്മുടെ ആ തയ്യൽ തുമ്പ് അനക്കാതെ വെച്ചാൽ ആ തയ്യൽ തുമ്പ് അതുപോലെ തന്നെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. എന്നിട്ട് കണ്ട അപ്പോൾ നമ്മുടെ ആ ടോപ്പിന് അധികം അളവ് തന്ന ടോപ്പിന് അധികം തയ്യൽ തുമ്പില്ല, ഒരു 1/2 ഇഞ്ചാ ഉള്ളൂ കേട്ടോ. നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കണേനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ആ ഷേപ്പ് അതേപോലെ തന്നെ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ താഴേക്ക് നമ്മൾ സ്ലിറ്റ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, കട്ട് ചെയ്യുന്ന ഭാഗം, സൈഡ് ഓപ്പൺ, ആ സൈഡ് ഓപ്പൺ കറക്റ്റ് ഇതുപോലെ തന്നെ പിടിച്ചിട്ട് അവിടെയും ഓരോ 1 ഇഞ്ച് നീക്കിയിട്ട് മാർക്ക് കൊടുത്തിട്ടാ. എന്നിട്ട് അത് ആ ഷേപ്പ് അവിടേക്ക് മുട്ടിച്ച് വെച്ച് പിന്നെ അവിടെ നിന്ന് നേരെ താഴേക്ക് നമ്മൾ ആ വിട്ടിടേണ്ട ഭാഗം ഉണ്ടല്ലോ, ആ സൈഡില ഹിപ്പിൻ്റെ ഭാഗം, അവിടെ നിന്ന് നേരെ താഴേക്ക് കൊടുക്കണം. അപ്പോൾ താഴെ നമ്മൾ ഇത്തിരി ഇറക്കം കൂടുതൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചധികം നീട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിൽ നിന്നും താഴേക്ക് നേരെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് താഴെ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് നേരെ കട്ട് ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ വരച്ച ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഷോൾഡറും കൈക്കുഴിയും സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്ത് എന്നിട്ടിനി മുകളിൽ നിന്നും 1/2 ഇഞ്ച് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 46 ഇഞ്ച് ആണ് നമ്മൾ എടുക്കുന്നത്. ബാക്കിയുള്ളത് 47.5 ഇഞ്ചിൽ 1.5 ഇഞ്ച് ഞാൻ മടക്കി എടുക്കാൻ എടുത്തിട്ടുണ്ട്. 1.5 വേണമെന്നില്ല, 1 ഇഞ്ചായാലും മതി. പിന്നെ നമ്മൾ ആ പോയിൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ടോപ്പ് മുകളിൽ വെച്ച് ചെയ്തില്ലേ അതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ വണ്ണം ഞാൻ അതേപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ബാക്കിയുണ്ടായ തുണിയെ ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുക്കണം. അങ്ങനെ 4ആയിട്ട് മടക്കിയെടുത്തിട്ട് നമ്മുടെ ടോപ്പില്ലേ, ടോപ്പിൻ്റെ സ്ലീവ് ആ ഷോൾഡർ ഭാഗം ആ ജോയിൻ ചെയ്തില്ലേ അത് മുകളിൽ ഒരേപോലെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് ആ കട്ടിങ് വന്നിട്ടില്ലേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ സ്ലീവ് അതിൻ്റെ താഴ്ഭാഗം കൈക്കുഴിയുടെ അവിടെയില്ലേ അതും കറക്റ്റിന് പിടിച്ച്, വലിച്ചൊന്നും പിടിക്കണ്ട, കറക്റ്റിന് പിടിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ നടുവിലൊക്കെ തെറ്റിപ്പോകാതിരിക്കാനായിട്ട് അതിൻ്റെ കറക്റ്റ് അളവ് എവിടെയാണോ വരുന്നത് അവിടെയൊക്കെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്തു. അതാണ് നമ്മുടെ കൈയുടെ കൈക്കുഴി പോർഷൻ. ഇനി നമുക്ക് ഇതിന് ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതൽ കിട്ടുകയാണെങ്കിൽ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 22 ഇഞ്ച് എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ആ 22 തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം അടയാളപ്പെടുത്തി.
എന്നിട്ട് അതിൻ്റെ താഴത്തെ വണ്ണമുണ്ടല്ലോ, അപ്പം അത് ഈ തന്ന അളവിൻ്റെ പോലെ അല്ലാത്തത് കൊണ്ട് നമ്മളൊരു 4-4.5 ഇഞ്ചോളം അടയാളപ്പെടുത്താം. അപ്പോൾ ആ അറ്റത്ത് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിന് തയ്യൽ തുമ്പ് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ കൈക്കുഴിയിലേക്ക് മാർക്ക് ചെയ്യുക. കണ്ടോ? എന്നിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് അറിയാനായിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ ഇനി അതിൻ്റെ കൈക്കുഴി കുഴിച്ചു വെട്ടണ്ടേ, ഫ്രണ്ട് കൈക്കുഴി കുഴിക്കണ്ടേ, അങ്ങനെ കുഴിച്ചു വെട്ടാനായിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചെടുക്കണം. 1/2 ഇഞ്ച് എന്നിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 എണ്ണമാണ് എടുത്തേക്കണത്. 2 സ്ലീവിൻ്റെയും ഒരു പോർഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്ത് എടുത്ത് ആ ഭാഗം നമുക്ക് അറിയാനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് കൈക്കുഴിയാണെന്ന് അറിയാനായിട്ട് 2 സ്ലീവിൻ്റെ ഓരോ പോർഷൻ. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലൊരു കര പീസ് ഉണ്ടായിരുന്നേ, അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ സ്ലീവിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ കസ്റ്റമറുടെ ഒരു 3 സെറ്റാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നത്. അതിലൊരു സെറ്റ് ഈ ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ അത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് കേട്ടോ. മെറ്റീരിയൽ പല ഇതായിട്ടാണ് ഇരിക്കുന്നത്, ഈ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിന് ആ ഫോട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് എടുക്കാനായിട്ട്, കട്ട് ചെയ്ത് മാറ്റാൻ. അപ്പോൾ അതും പിന്നെ ഈ ഒരു ലൈറ്റ് പിസ്ത കളറാണ് കേട്ടോ, നമ്മുടെ പേസ്റ്റൽ കളറില്ലേ അത്. അപ്പോൾ ഇതും അതുപോലെ ഇതിന് ഫോട്ടോയൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇത് മുറിച്ചെടുക്കാൻ ഇത്തിരി പണിയുണ്ട്. പിന്നെ ലൈസ് ആണ് താഴെ. അപ്പോൾ മറ്റേ ആ ഗ്രീൻ കളറിന് ഇതുപോലെ എംബ്രോയ്ഡറിയൊക്കെ ഉള്ളൊരു പോർഷനാണ് കേട്ടോ താഴ്ഭാഗത്തായിട്ട് വരുന്നത്. ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പിങ്ക് ടോപ്പിൻ്റെ പീസില്ലേ അത് വെച്ചിട്ട് നമ്മൾ ഈ 2 മെറ്റീരിയലും നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റിനായിട്ട് അത് വെച്ചിട്ടാണ് ആ ഒരു അളവിലേക്ക് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പാൻറ് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ പാൻറ് പറഞ്ഞിരിക്കുന്നത് പലാസോയാണ് അളവ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പലാസോ മോഡൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് മറ്റേ റിയോൺ പീസാണ്. ഇനി നമുക്ക് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്ത് 3 എണ്ണത്തിനും പേപ്പർ സ്റ്റിഫിൽ 3 ഇഞ്ച് അകലവും പിന്നെ 6 ഇഞ്ച് 6.5 ഇഞ്ചോളം ലെങ്ത്തും ബാക്കിലേക്ക് 3 ഇഞ്ച് ലെങ്ത്തായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണത്തിനും ഒരേ നെക്ക് തന്നെ ആയതുകൊണ്ട് ഞാൻ ഒരേപോലെ തന്നെ എടുത്തു. പിന്നെ അത് നമ്മൾ ഒരു അതേ പീസിൽ തന്നെ വെറുതെ സൈഡ് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റമല്ലേ നമ്മൾ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയത്, അവിടെ നമുക്ക് ഈ കരപ്പീസ് ഒന്ന് അടിച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉള്ളിലെ ഭാഗത്ത് തന്നെ ഉൾവശം ഉൾഭാഗത്ത് അതിൻ്റെ ആ പട്ടയുടെ ചീത്തവശം വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ 1/2 ഇഞ്ച് വെച്ച് അടിച്ചെടുത്തു. എന്നിട്ടത് ഇപ്പുറത്തേക്ക് മറിച്ചെടുക്കണം, നല്ല വശത്തേക്ക് മറിക്കണം. അപ്പോൾ മറിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് ലെവലായിട്ട് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നേരെ താഴേക്ക് 2 സ്ലീവും അതുപോലെ അടിച്ചെടുക്കണം. ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അല്പം ഉള്ളിലേക്ക് ഫ്രണ്ട് കൈക്കുഴി അല്പം ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അത് ഫ്രണ്ട് കട്ട് ചെയ്യുകയും വേണം. പിന്നെ അതാ ഫ്രണ്ട് പീസ് ഞാൻ ആ പേപ്പർ നമ്മൾ പീസിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എടുത്തിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ഒരു നോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കട്ടിങ് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതിൻ്റെയും സെൻറ്റർ ഭാഗം വെച്ചിട്ട് നമ്മൾ ആ വരച്ചു കൊടുത്തേക്കണ ആ ലൈനിലൂടെ നമ്മൾ കഴുത്ത് നെക്ക് ഏത് മോഡലാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ മോഡലിൽ ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ യു ഷേപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തു. ഇത് നമുക്ക് ക്യാൻവാസ് പലതരത്തിലും സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിക്കാണ് ചെയ്തത്. ഇനി എന്നിട്ട് നമ്മൾ ആ അടിച്ചതിൻ്റെ 1/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി ഉള്ളിൽ നിന്നും
ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ആ മൊത്തത്തിൽ യു ഷേപ്പിൽ തന്നെ അപ്പം നമ്മൾ 1/4 ഇഞ്ച് വിട്ടാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മറിഞ്ഞ് നല്ല ഭംഗിയിൽ കിട്ടും നെക്ക്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ യു ഷേപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് കട്ടിങ് ഇതുപോലെ ഒന്ന് കൊടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കി അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾഭാഗത്ത് നമ്മൾ ആ ക്യാൻവാസ് പേപ്പറിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണേന്ന്. അപ്പോൾ ഇതുപോലെ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒരു തേരുവശം ഉണ്ടല്ലോ, ആ ബേസ് നമ്മൾ എന്തെങ്കിലും മോഡലിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വി ഷേപ്പ് പോലെ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്നും താഴേക്ക് വി പോലെയാണ് വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടം യു പോലെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും അതുപോലെ തന്നെ നെക്ക് അടിച്ചെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തു. രണ്ടും ഒരേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഹെം ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ നമ്മൾ സെൻറ്റർ ഫ്രണ്ട് പോർഷൻ ഏതാണെന്ന് അറിയാൻ ഒരു മാർക്കിങ് കൊടുത്തിട്ടില്ലേ, ആ ഭാഗം ഫ്രണ്ടിൽ വരുന്ന വിധത്തിൽ ഇതുപോലെ നല്ല വശവും തമ്മിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അതിൻ്റെ വണ്ണം കൈവണ്ണം ഒരേപോലെ വെച്ചു. തുണി ഒരുപോലെ വെച്ചിട്ട് ആ കൈവണ്ണം നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായില്ലേ, അതിലൂടെ ഇങ്ങോട്ടേക്ക് താഴെ കൈക്കുഴിയുടെ ആ പോർഷനിലേക്ക് അടിച്ചു വരിക. എന്നിട്ട് അവിടെ എത്തുമ്പോൾ ഷേപ്പ് ആ ഭാഗം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഷേപ്പിലേക്ക് നേരെ താഴെ സ്ലിറ്റിൻ്റെ ഭാഗം വരെ ഇതുപോലെ അടിച്ചു വരണം കേട്ടോ. അപ്പം നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു ഒരു കട്ടിങ് മാർക്കിങ് കൊടുത്തിട്ടുണ്ടായില്ലേ, ആ 2 പീസും ഒരേ ലെവലിൽ കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു 1 ഇഞ്ച് നീക്കിയിട്ട് മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങിലേക്ക് നമ്മൾ ഈ അടിച്ചു കൊണ്ടുവന്ന തുണിയെ ആ സ്റ്റിച്ച് നമ്മൾ അവിടെ വരെ എത്തിച്ചിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. എന്നിട്ട് ഇനി നമുക്ക് 2 വശവും അതുപോലെ അടിച്ചെടുത്തിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ മടക്കി അടിക്കണമല്ലോ, ആ താഴെ നിന്നും 1/2 ഇഞ്ച് വീതിക്ക് ഞാൻ മടക്കിയെടുത്തു. നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിരുന്നേച്ചത്. അപ്പോൾ 1/2 ഇഞ്ച് വീതി ഇതുപോലെ നേരെ താഴേക്ക് അടിച്ചു വരിക. എന്നിട്ട് സ്ലിറ്റിൻ്റെ ഹിപ്പിൻ്റെ പോർഷൻ എത്തുമ്പോൾ നമ്മൾ കെട്ടിട്ട് കൊടുത്തിരുന്നില്ലേ, ആ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തണം കേട്ടോ. ഈ ഭാഗം അവിടെ എത്തിയപ്പോൾ നമ്മളൊന്ന് കുത്തി നിർത്തി ഒന്ന് കെട്ടിട്ട് കൊടുത്തു ഞാൻ, അല്ലെങ്കിൽ വിട്ടുപോയാലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് തുണിയെ ലെവൽ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ ഇപ്പുറത്തെ പീസ് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ലെവൽ ചെയ്ത് ഒപ്പം നോക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് അടിച്ചു വന്നിട്ട് നേരെ താഴേക്ക് 1/2 ഇഞ്ച് മടക്കി ഇപ്പം അടിച്ചതുപോലെ തന്നെ അടിച്ചു വരിക കേട്ടോ. അപ്പം അങ്ങനെ അടിച്ചിട്ട് നമ്മൾ ആ സ്ലിറ്റിൻ്റെ പോർഷൻ നല്ല ഭംഗിയിൽ കിട്ടിയേക്കണ നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഒരേ ലെവലിൽ നമ്മൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് താഴെ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒന്ന് താഴ്ഭാഗത്ത് ഇതിപ്പോൾ ഞാൻ 1/2 ഇഞ്ച് തന്നെയാണ് മടക്കിയെടുത്തത്. നമ്മൾക്ക് ലെങ്ത് എത്രയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അത് മുഴുവൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 പീസ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തു. നെക്കൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. മറ്റേ പിസ്ത കളർ ഉണ്ടല്ലോ, അതാണിത്. ഫുൾ സ്ലീവായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി ഞാനിത് സൈഡ് ഇതുപോലെ നീളത്തിൽ തന്നെ ഒന്നിങ്ങോട്ട് മടക്കി വെക്കും കേട്ടോ. ബാക്ക് പോർഷൻ ഇതുപോലെ ബാക്കിലേക്ക് മടക്കിയെടുത്തു. സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് അങ്ങോട്ടേക്കും മടക്കൂട്ടാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ മടക്കി നല്ല ഭംഗിയിൽ അയൺ ചെയ്തൊക്കെ കൊടുത്താൽ നല്ലൊരു ഇതാണ് കേട്ടോ, നല്ലൊരു ഫിനിഷിങ് തോന്നും. അപ്പോൾ ഇതുപോലെ മടക്കി കണ്ട. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, ആ ടോപ്പാണ് ഇത്. ഞാനതിൻ്റെ മറ്റേ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി, ഫുള്ളായിട്ട് കാണിച്ചില്ല. ഇതുപോലെയാണ് നെക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത്
അത് അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നെക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ട്ടോ കാണാൻ. ഇത് നിവർത്തി നോക്കുമ്പോൾ നല്ല രസമാണ്. എനിക്ക് നിവർത്തിയിട്ട് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ടേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് കാണിക്കാൻ പിന്നെ നമ്മൾ ബൊമ്മയിലൊക്കെ ഇട്ട് കാണിക്കണം, അതിന് ടൈമും കിട്ടുന്നില്ല. പിന്നെ എന്താ ഗ്രീൻ കളറിൽ, അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ആ തുണിയിൽ ലെങ്ത്ത് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ആ കരപ്പീസൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ലെങ്ത്ത് കൂട്ടാനായിട്ട്. പിന്നെ നമ്മളിത് ആ പലാസോയാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അത് ആ പലാസോ അത് അങ്ങനെ ഞാൻ അയൺ ചെയ്തൊന്നുമില്ല. എന്നാലും നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു പീസ്. അപ്പോൾ ആ ഒരു ഭംഗി അതിനുണ്ട്. അപ്പോൾ അതും മറ്റേ പീസിൻ്റെ പാൻറ്റാണിത്. ഞാൻ കട്ടിങ് കാണിച്ചതിന് പാൻറ്റ് പീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊരു കോട്ടൺ മെറ്റീരിയൽ എക്സ്ട്രാ തന്നതാണേ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്